ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ ഒരു പോസിറ്റീവ് ക്ലോസിങ്ങിന് ശേഷം മാർക്കറ്റ് ഇന്ന് നല്ല രീതിയിൽ നെഗറ്റീവിലാണ് കാണപ്പെട്ടത്. US മാർക്കറ്റ് അടക്കം ഇന്നലെ നല്ല നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയെന്ന് പറയാം. നിഫ്റ്റി ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു റിക്കവറി നടത്തിയിരുന്നെങ്കിലും നിഫ്റ്റി വൈകുന്നേരം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 0.8% ഡൗൺ ആയിട്ട് 24,650 ക്ലോസ് ചെയ്തത്. സെൻസെക്സും 644 പോയിന്റോളം ഇടിഞ്ഞ് 80,951 ക്ലോസ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലെ വീഡിയോകൾ പറഞ്ഞതാണ് US ബോണ്ട് ഈൽഡുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂകൾ. US ബോണ്ടിൽ നല്ല രീതിയിൽ സെല്ലിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ US ബോണ്ട് ഈൽഡുകളൊക്കെ വളരെയധികം റൈസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മൂഡീസ് US റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തിരുന്നു. അതിനെ തുടർന്ന് തന്നെ ബോണ്ട് മാർക്കറ്റിൽ ഒരു സ്പൈക്ക് വന്നിരുന്നു. അതുകൂടാതെ ട്രംപ് US ടാക്സ് കട്ടുകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ന്യൂസ് ഇന്നലെ ഉണ്ടായിരുന്നു. അത് US ഫിസ്ക്കൽ ഡെഫിസിറ്റ് പിന്നെയും വർദ്ധിക്കാൻ കാരണമാകുന്നുള്ളൊരു ഫിയർ നിലനിൽക്കുന്നുണ്ട്. അതും US ഡെപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺസിനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ സെക്ടറുകളും റെഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തതെന്ന് പറയാം. FMCG സെക്ടർ ഏകദേശം 1.44% ഡൗൺ ആയിരുന്നു. IT 1.31% ഡൗൺ ആയിരുന്നു. കൺസ്യൂമർ ഡ്യൂറബിൾസ് 1.14% ഡൗൺ ആയിരുന്നു. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സെക്ടറുകളും ഇന്ന് നെഗറ്റീവ് തന്നെയാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പ് 0.52%, സ്മോൾ ക്യാപ്പ് 0.26% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ലോസേഴ്സ് ONGC, M&M, ഹിൻഡാൽകോ, ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് അവരുടെ റിസൾട്ടിൽ വലിയ ലോസ് റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇന്ന് 2% അപ്പായിട്ട് ഈ ഒരു ഷെയറിന് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ബാങ്കിങ് സെക്ടർ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് 0.2% ഡൗൺ ആയിരുന്നു. POC ബാങ്ക് 0.58% ഡൗൺ ആയിരുന്നു. പ്രൈവറ്റ് ബാങ്ക്സ് 0.22% ഡൗൺ ആയിരുന്നു. ഇനി NSEയിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിലും 1275 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 1582 സ്റ്റോക്കുകളും ഡിക്ലൈൻ ചെയ്യുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് നാളെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. JSW സ്റ്റീലിൻ്റെ റിസൾട്ട് നാളെ വരാനുണ്ട്. അതുകൂടാതെ അശോക് ലെയ്ലാൻഡ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ഗോപാൽ സ്നാക്ക്, ഗ്ലെൻമാർക്ക് ഫാർമ തുടങ്ങിയവയാണ് മറ്റ് പ്രധാനപ്പെട്ട കമ്പനികൾ. ഇത് പ്രധാനപ്പെട്ട കമ്പനികൾ മാത്രമാണ്. ഫുൾ ലിസ്റ്റ് വളരെ വലുതാണ്. ഈ ആഴ്ച ഓരോ ദിവസം റിസൾട്ട് വരുന്ന കമ്പനികളുടെ ലിസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഫുൾ ലിസ്റ്റ് കാണാൻ വേണ്ടി അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മറ്റ് അപ്ഡേറ്റുകളിലേക്ക് കിടക്കാം. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് ബജാജ് ഓട്ടോയുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ബജാജ് ഓട്ടോ KTM ബാങ്ക്രപ്സിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവരുടെ ഡ്യൂസൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ടി ഫണ്ട് റൈസിങ് നടത്തിയിരുന്നു. ഇന്ന് വരുന്ന ന്യൂസ് അനുസരിച്ച് ബജാജ് ഓട്ടോ ഈ ഒരു 800 മില്യൺ റെസ്ക്യൂ ഡീൽ വഴി KTM ഫുൾ കൺട്രോൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഇതിനുവേണ്ടി അവർ KTM പാരന്റ് കമ്പനി ആയിട്ടുള്ള PRR ബജാജ് AGയിൽ മെജോറിറ്റി സ്റ്റേക്ക് അക്വയർ ചെയ്യും. ഇതിനുള്ള അപ്രൂവൽസ് ഒക്കെ ലഭിക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ അപ്രൂവൽസ് ലഭിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൂവ് അവർ നടത്തും. KTM ഈ ഒരു സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ടോട്ടൽ 800 മില്യൻ്റെ ഒരു ഡെപ്റ്റ് പാക്കേജാണ് ബജാജ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ തന്നെ 200 മില്യൺ ഓൾറെഡി ഇൻഫ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി 600 മില്യൺ ഇനി കൊടുക്കാനുള്ളതാണ്. KTM ബാങ്ക്രപ്സി ഫയൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള 30% ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ബജാജിന് KTMൽ 37.5% സ്റ്റേക്കാണുള്ളത്. ഈ ഒരു ഡീൽ വഴി അത് ഉയർത്തിക്കൊണ്ടുവന്നിട്ട് KTM ഫുൾ കൺട്രോൾ ഏറ്റെടുക്കാനാണ് ബജാജിന് ശ്രമം. ഇതേ KTM പാരന്റ് കമ്പനി അണ്ടറിലാണ് KTM എന്നുള്ള ബ്രാൻഡും ഹസ്ക്വർണ, ഗ്യാസ് തുടങ്ങിയ ബ്രാൻഡുകളും വരുന്നത്. എന്തായാലും ഈ ഒരു സ്റ്റോറി എങ്ങനെ മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും. ബജാജിന് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അടുത്തത് ഇന്ത്യയിൽ സെമി കണ്ടക്ടർ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇന്ത്യ TSMCയോട് ഇന്ത്യയിൽ ഒരു ചിപ്പ് പ്ലാന്റ് സ്ഥാപിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ അവർ ആ ഒരു പ്രപ്പോസൽ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. TSMCയോട് ഇന്ത്യ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളും ഇങ്ങനെ ഒരു റിക്വസ്റ്റ് നടത്തിയിരുന്നു. പക്ഷേ അവരതൊക്കെ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇവരിത് ഡിക്ലൈൻ ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യ മറ്റൊരു കമ്പനിയായിട്ടുള്ള PSMCയെ ഇന്ത്യയിൽ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് സ്ഥാപിക്കാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ടാറ്റ ഇലക്ട്രോണിക്സുമായിട്ട് കൂടിച്ചേർന്ന് ഒരു പ്ലാന്റ് സ്ഥാപിക്കും. ഈ ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ PSMC ഇതിൻ്റെ ഡിസൈൻ, കൺസ്ട്രക്ഷൻ, എംപ്ലോയി ട്രെയിനിങ് തുടങ്ങിയവ മാനേജ് ചെയ്യും. ടാറ്റ ഗ്രൂപ്പ് പ്ലാന്റിൻ്റെ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യും. ഇന്ത്യയിൽ ചിപ്പ് മാനുഫാക്ചറിങ് വർദ്ധിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ ആഴ്ച തന്നെ ഇന്ത്യയിൽ 6ാമത്തെ ചിപ്പ് മാനുഫാക്ചറിങ് പ്ലാനിന് അപ്രൂവൽ ഇന്ത്യ കൊടുത്തായിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അടുത്തത് സ്വിഗ്ഗിയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. സ്വിഗ്ഗി ഡ്രോപ്സ് എന്നുള്ളൊരു ഫീച്ചർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതിയ ഫീച്ചറുകൾ കൊണ്ടുവരികയും അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫീച്ചർ പ്രധാനമായിട്ടും എക്സ്ക്ലൂസീവായിട്ട് ടോപ്പ് ഷെഫുകളുടെ ലിമിറ്റഡ് എഡിഷൻ ഡിഷുകൾ ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു ഫീച്ചറാണിത്. അവ കുറച്ച് സമയത്ത് മാത്രമേ അവൈലബിൾ ആയിരിക്കും. അതിനിടയിൽ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഫീച്ചറാണിത്. ഇപ്പോൾ പ്രധാനപ്പെട്ട റെസ്റ്റോറൻറ്റുകൾ അവരുടെ യുണീക്ക് ആയിട്ടുള്ള ചില റെസിപ്പികൾ ഒരു ഷോർട്ട് ടൈമിലേക്ക് അവർ ഓഫർ ചെയ്യും. അതിനുള്ള ഒരു ഫിക്സഡ് ഡേറ്റും ടൈമും ഉണ്ടാവും. അതിനിടയിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള ഒരു സംഭവം.
അടുത്തത് DLFുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അവരുടെ സെയിൽസ് ഡാറ്റ വന്നിട്ടുണ്ട് FY25. FY25 അവർ റെക്കോർഡ് സെയിൽസാണ് നടത്തിയിട്ടുള്ളത്. അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ബുക്കിംഗ്സ് ആയിട്ടുള്ള 21,223 കോടിയുടെ ബുക്കിംഗ് അവർ നടത്തിയിട്ടുണ്ട്. ഇതിൽ മേജർ കോൺട്രിബ്യൂട്ടർ ആയിട്ട് വരുന്നത് അവരുടെ ഡാലിയാസ് പ്രൊജക്റ്റാണ്. അതിൽ മാത്രം 13,744 കോടിയുടെ ബുക്കിംഗ് വന്നിട്ടുണ്ട്. അവരുടെ Q4 FY25 നെറ്റ് പ്രോഫിറ്റ് 39% വർദ്ധിച്ചിരുന്നു. അത് 1,252 കോടിയായിരുന്നു. റവന്യൂവിലും 46% വർധനവുണ്ട്. 3,127 കോടിയായിരുന്നു അത്. അടുത്ത അപ്ഡേറ്റ് ഫ്ലിപ്കാർട്ടുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ അണ്ടറിൽ വരുന്ന സൂപ്പർ മണി എന്നുള്ള ആപ്പ് വഴി അവർ നിയോ ബാങ്കിങ് സർവീസ് കൂടി പ്രൊവൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ അണ്ടറിൽ തന്നെ തുടങ്ങിയ മറ്റൊരു പ്രൊഡക്റ്റായിരുന്നു ഫോൺപേ. അതിലും ഇവർ ഇതേപോലുള്ള പല പ്രൊഡക്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവരത് സെപ്പറേറ്റ് കമ്പനിയാക്കി മാറ്റി ഇപ്പോൾ അവർ സൂപ്പർ മണി എന്നുള്ള ആപ്പുമായിട്ട് വന്നിട്ടുണ്ട്. സിമിലർ പ്രൊഡക്റ്റാണ് ഇതിലുള്ളത്. UPI സർവീസും മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള പല സർവീസും ഇവരതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ അത് നിയോ ബാങ്കിങ് സർവീസ് കൂടി അവർ അതിൽ പ്രൊവൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിയോ ബാങ്കിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിളാണ്. അപ്പോൾ നോർമൽ ബാങ്കുകളെ പോലെ അവർക്ക് ബ്രാഞ്ചുകളും കാര്യങ്ങളും ഉണ്ടായില്ല. മിക്ക സർവീസുകളും ആപ്പ് വഴി മാത്രമായിരിക്കും. ടെക്നോളജി ആയിരിക്കും അവർ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എല്ലാം മെയിനായിട്ട് ആപ്പ് വഴിയല്ല. സാധാരണ അവർക്ക് ബ്രാഞ്ചുകളും കാര്യങ്ങളും കുറവായിരിക്കും. അതേപോലെ പിന്നെ ചില നിയോ ബാങ്കുകൾക്ക് ലൈസൻസും ഉണ്ടാവണമെന്നില്ല. അവർ മറ്റു ബാങ്കുകളായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവരുടെ സർവീസുകളായിരിക്കും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ സർവീസുകളാണ് ജൂപ്പിറ്റർ ബാങ്ക് 5 പോലുള്ള ആപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെയുള്ള സിമിലർ ആയിട്ടുള്ള സർവീസുകളായിരിക്കും ഇതിലും വരുന്നത്. ഇവർ ലോഞ്ച് ചെയ്ത ശേഷം നല്ല സ്പീഡിലാണ് ഗ്രോ ചെയ്തത്. ഇപ്പോൾ ഇവർ UPI പേയ്മെൻറ്റിൽ ടോട്ടൽ ഇന്ത്യയിൽ നോക്കുമ്പോൾ ഏകദേശം 5ാം സ്ഥാനം ഇവർക്കുണ്ട് UPI പേയ്മെൻറ്റിൽ. ഫോൺപേ ആണ് UPI സെഗ്മെൻറ്റിൽ ലീഡർ. അതും ഫ്ലിപ്കാർട്ടിൻ്റെ അണ്ടറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയായിരുന്നു. എന്തായാലും ഭാവിയിൽ ഇവർക്ക് ഇത് വെച്ച് എന്താണ് പ്ലാൻ എന്നുള്ള കാര്യം നമുക്ക് ഭാവിയിൽ അറിയാൻ പറ്റും. എന്തായാലും ഫ്ലിപ്കാർട്ട് അടുത്ത് തന്നെ ലിസ്റ്റ് ചെയ്യാനും സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. മിക്കവാറും അടുത്ത വർഷത്തോടുകൂടി ഫ്ലിപ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പ്രോസസ്സുകൾ അവർ കംപ്ലീറ്റ് ചെയ്ത് വരികയാണ്.